ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. കാണുമ്പോൾ നൂൽപുട്ട് പോലെ തോന്നിയാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ തികച്ചും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ പുട്ടിന് ഇടൂണിപ്പുട്ട് എന്നാണ് പറയുക. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് ഇടൂണിപ്പുട്ട് ഉണ്ടാക്കുന്ന അച്ച്. ഇതൊരു സ്റ്റാൻഡോട് കൂടിയിട്ട് വരിക. അപ്പം അത് നമ്മളൊരു മേശയുടെ മേലെ പിടിപ്പിച്ചിരിക്കുകയാണ്. ഈ ഇടൂണിപ്പുട്ട് ഉണ്ടാക്കാൻ ഈ അച്ഛനെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ നൂൽപുട്ട് ഉണ്ടാക്കുന്ന അച്ഛനും നമുക്ക് ചെയ്തെടുക്കാം. ഇതാകുമ്പോൾ കയ്യിന് കുറച്ച് സ്ട്രെയിൻ കുറയും. ഇപ്പം പിന്നെ നമുക്ക് നൂൽപുട്ടിൻ്റെ ആ അച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന സ്റ്റാൻഡൊക്കെ വരുന്നുണ്ടല്ലോ, അതിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇടൂണിപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ 1 ഗ്ലാസ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പം ഞാനിവിടെ 1 ഗ്ലാസ് പത്തിരിപ്പൊടിക്ക് 1 ഗ്ലാസ് നിറച്ച് തന്നെ വെള്ളം എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പൊടിയൊക്കെ വെന്തിട്ടുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ കുറച്ച് വെള്ളം തൊട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം തൊട്ട് മാവ് കുഴയ്ക്കുമ്പോൾ നമ്മൾ പത്തിരിക്കും അതുപോലെ തന്നെ നൂൽപുട്ടിനൊക്കെ ചേർക്കുന്ന പോലെ വെള്ളം ചേർക്കരുത് കേട്ടോ. അതിനേക്കാൾ കുറച്ചും കൂടി വെള്ളം കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആ ഫ്രണ്ടിൽ കാണുന്ന ആ ഭാഗത്ത് കൂടിയാണ് നമ്മൾ മാവ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം മേലത്തെ ആ ഭാഗം തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടിയിൽ കൂടെ ആ നൂല് പോലെ മാവ് വരും. ഇങ്ങനെ നൂല് പോലെ വരുമ്പോൾ നമ്മൾ കയ്യിൽ പൊടി തൊട്ടതിന് ശേഷം അതിങ്ങനെ പൊട്ടിച്ച് വിതറി ഇടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് അതെല്ലാം കൂടി ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് മാവ് വെച്ചതിന് ശേഷം നമ്മൾ വിരലുകൊണ്ട് ഒന്നിങ്ങനെ തള്ളി കൊടുക്കണം. നമ്മൾ നൂൽപുട്ടിൻ്റെ അച്ചിലൊക്കെ നിറയെ മാവ് വെച്ച് തിരിച്ച് നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മാവ് നിറച്ചതിന് ശേഷമാണ് അടിയിൽ നൂല് പോലെ വരുള്ളൂ. ഇനി ഇതിനെ നമുക്ക് കയ്യിൽ കുറച്ച് അരിപ്പൊടി ആക്കിയതിന് ശേഷം ഇങ്ങനെ പൊട്ടിച്ച് ആ പ്ലേറ്റിലേക്ക് ഒന്ന് വെതറി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം അതിൻ്റെ മേലേക്കും കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ നൂലുകളൊക്കെ തമ്മിൽ ഒട്ടിപ്പിടിക്കുള്ളൂ. വെള്ളത്തിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ അടുത്ത് തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ മാവ് മുഴുവനും നമുക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് മുഴുവൻ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മളതുകൊണ്ട് പുട്ടുണ്ടാക്കുന്നത്. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മേലെ അരിപ്പൊടി വിതറി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ലാസ്റ്റിലത്തെ മാവ് ആകുമ്പോൾ മാക്സിമം കൈകൊണ്ട് ഉള്ളിലേക്ക് തള്ളി കൊടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ മാവ് മുഴുവനും നമുക്ക് നൂലായിട്ട് കിട്ടും. അപ്പം ഞാൻ മുഴുവനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിൻ്റെ അളവ് പാകമായാലാണ് നമുക്കിത് കൈകൊണ്ട് വാരിയിട്ട് നമ്മൾ പുട്ടുംകുറ്റിയിൽ നിറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടുതലുണ്ടെന്നും, അതുകൊണ്ട് തന്നെ ചില നൂലുകൾ തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടുതലുള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്കതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അടർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നൊക്കെ ഞാനിങ്ങനെ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ നമ്മൾ പുട്ട് ചുടുന്ന പോലെ ചുട്ടെടുക്കാം. അപ്പം ഞാനിവിടെ പുട്ടും കുറ്റി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ആദ്യം ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇതുപോലെ കുറേശ്ശായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാം. ഇങ്ങനെ അമർത്തി കൊടുക്കരുത് കേട്ടോ. അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരു കട്ടയാവും. സാധാരണ നമ്മൾ പുട്ടി ഇടുന്ന പോലെ ഇടയിൽ കുറേശ്ശെ തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ പുട്ടുംകുറ്റിയിൽ ഈ നൂലിങ്ങനെ അമർത്താതെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ വെന്ത് കഴിഞ്ഞാൽ ആ പുട്ടുംകുറ്റീൻ്റെ പകുതി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് പൊന്നാനിക്കാരുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ.
പത്തിരിപ്പൊടിയിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തതിന് ശേഷം ഇതേ രീതിയിൽ നൂലുണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമുണ്ട്, ഒരു പൊന്നാനി പലഹാരം. അമ്പാഴത്തിലടാന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം. ഞാൻ കുക്കറിൻ്റെ മേലെ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. കുക്കറിൽ വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ പുട്ടുകുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി വെന്ത മാവാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് മതിയിട്ട് പുട്ട് വെന്ത് കിട്ടാൻ. നമ്മൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ പുട്ട് കുത്തി കൊടുക്കുന്ന പോലെ കുത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ചെരിച്ചൊന്ന് തട്ടി കൊടുത്താൽ തന്നെ പുട്ട് താഴേക്ക് വീഴും. അപ്പോൾ നമ്മളുടെ ഇടിയുണ്ണിപ്പുട്ടോടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. നമ്മൾ സാധാരണ നമ്മൾ നൂൽപുട്ടിൻ്റെ അച്ച് ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ നീളത്തിൽ നൂൽപുട്ട് ഉണ്ടാക്കിയാൽ മതി. അതിന് ശേഷം അതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ വാരി പുട്ടുകുറ്റി നിറച്ച് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ഇടിയുണ്ണിപ്പുട്ട് നമ്മുടെ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു പുട്ടിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കടലക്കറി, അതല്ലാന്നുണ്ടെങ്കിൽ ഇറച്ചിക്കറിയാണ്, അല്ലെങ്കിൽ തേങ്ങാപ്പാലും പഞ്ചസാരയും പഴവും കൂട്ടി കഴിക്കാനും ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ കുറച്ച് മെനക്കെടുള്ള പണിയാണെന്ന് തോന്നിയാലും ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൺ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.